വല്ലാത്ത അത്ഭുതം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ AP ഉസ്താദിന്റെ കറാമത്ത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചെയർമാനെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള പ്രോസസ്സുകൾ ആരംഭിച്ചു. ഡെപ്യൂട്ടി സെക്രട്ടറി ബിന്ദുവിന്റെ നേതൃത്വത്തിൽ, മലപ്പുറം ജില്ലാ കലക്ടർ വിനോദ് സാറുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് മാസ്കറ്റ് ഹോട്ടലിൽ നടന്ന എലക്ഷൻ പ്രോസസ്സിൽ എൻ്റെ പേര് നിർദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട ഉമർ ഫൈസി ഉസ്താദ് അവർകളാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ എതിരഭിപ്രായമുള്ളവരും തമ്മിൽ എന്തൊക്കെയോ തർക്കമുണ്ടാകും, ഞാൻ അതിലിടപെടേണ്ട ആവശ്യമില്ല. പക്ഷേ അദ്ദേഹമാണ് എൻ്റെ പേര് നിർദ്ദേശിച്ചത്. എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റി നാടിനും ദീനിനും സ്വന്തം ദുനിയാവിനും ആഖിറത്തിനും ഒക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് എല്ലാതരം വ്യത്യാസങ്ങളിലേക്കും സൂചിപ്പിച്ചുകൊണ്ട് ആ ദുആയിൽ ഒതുക്കുകയാണ്. അല്ലാതെ അഭിപ്രായ വ്യത്യാസങ്ങളിൽ കക്ഷി ചേരാൻ ഒരിക്കലും നേരത്തെ ആഗ്രഹിക്കാത്ത ആളാണ്. പ്രത്യേകിച്ച് ഹജ്ജ് ചെയർമാൻ, ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ള നിലക്ക് അത്തരം വിഷയങ്ങളിൽ ഈ അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഇടപെട്ട് അത് കൂടുതൽ വഷളാക്കാൻ ഒരിക്കലും ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന കാര്യവും കൂടി ഉണർത്തുകയാണ്. ഉമർ ഫൈസി ഉസ്താദ് അവർകൾ എന്നെ നാമനിർദ്ദേശം ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കെന്നെ വല്ലാത്ത അത്ഭുതം. കാരണം ഉമർ ഫൈസി ഉസ്താദ്, അമ്പലക്കടവ് ഉസ്താദ്, വഹാവുദ്ദീൻ ഉസ്താദ്, പൂക്കോട്ടൂർ അബ്ദുസമദ് സാഹിബ്, ഇങ്ങനെയുള്ളവരൊക്കെ ഒരു ഘട്ടത്തിൽ, ഞാൻ അവരൊന്നും കുറ്റപ്പെടുത്തുകയല്ല, ഒരു ഘട്ടത്തിൽ അവരൊക്കെ പലവിധ അഭിപ്രായ വ്യത്യാസങ്ങളും പ്രസംഗ വിഷയമാക്കി നന്നായി സംസാരിച്ചവരാണ്. പക്ഷേ ഞാൻ ആലോചിക്കുകയാണ്, മെമ്പറായപ്പോൾ എന്നെ ഫോൺ ചെയ്ത് അഭിനന്ദിച്ച ആദ്യത്തെ ആള് അബ്ദുസമദ് സാഹിബ് പൂക്കോട്ട്. ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തെരഞ്ഞെടുക്കാൻ പോണ മീറ്റിങ്ങിലേക്ക് ഞാൻ കടക്കുന്നതിന് മുമ്പ് അദ്ദേഹം വീണ്ടും വിളിച്ചു. വൈകുന്നേരം വിളിച്ചു, നാസർ ഫൈസി കൂടത്തായി വിളിച്ചു. അതുപോലെ തന്നെ മൊബൈലിൽ വാട്സപ്പിൽ അമ്പലക്കടവ് മെസ്സേജ് അയച്ചു. അതുപോലെ ET മുഹമ്മദ് ബഷീർ MP സാഹിബും, അതുപോലെ തന്നെ നമ്മുടെ ചുള്ളിക്കോടൊക്കെയുള്ള MLA ആയ TV ഇബ്രാഹിം സാഹിബും മറ്റ് ഒരുപാട്, ഞാനിതൊക്കെ അങ്ങനെ എണ്ണി പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇദ്ദേഹം വലിപ്പം പറയാണ്. അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. ഞാൻ ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തപ്പോൾ സന്തോഷം വരാനുള്ള കാരണം മാത്രമാണ് പറയുന്നത്. ഇങ്ങനെ എന്നെ എതിർക്കും എന്ന് തോന്നിയവർ പോലും ഈ എല്ലാവിധ സപ്പോർട്ടും, ഫുൾ സപ്പോർട്ട് നൽകും. ഇന്നലെ ജബ്ബാറാജി എന്നെ വിളിച്ചിട്ട് ഞങ്ങളുടെ ഡയാലിസിസ് സെന്ററിൽ ഒന്ന് വരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സമയം പോലെ വരാം എന്ന് പറഞ്ഞു. മറ്റുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ പറ്റിയൊന്നും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. പ്രമോദ് സാഹിബ് CPM-ന്റെ ജില്ലാ സെക്രട്ടറിയാണെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം മിനിയാന്ന് വിളിച്ചു, CPI-ന്റെ നേതാക്കൾ വിളിച്ചു. പറഞ്ഞത് അവരൊക്കെ കാണുന്നത് എന്നെയല്ല, ഹജ്ജ് ചെയർമാൻ, ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ. ഇത് വല്ലാത്ത ഒരു പോസ്റ്റാണ് എന്ന് എനിക്ക് തന്നെ തോന്നാൻ തുടങ്ങിയത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ്. ആ നാളുകളൊക്കെ ഇതിന് ഇത്രമാത്രം വലിയ സ്ഥാനം. ഹജ്ജ് കമ്മിറ്റി ചെയർമാനായി 10-ാം തീയതി തെരഞ്ഞെടുക്കപ്പെട്ടു. 11-ാം തീയതി ഞാൻ മർക്കസിലെത്തിയപ്പോഴേക്ക് ചെയർമാൻ ഹജ്ജ് കമ്മിറ്റി, കേരള സ്റ്റേറ്റ് ഹജ്ജ് കമ്മിറ്റി എന്നുള്ള ബോർഡ് വെച്ച ഇന്നോവ കാറും വന്നു. പിറ്റേന്ന് തന്നെ ഹജ്ജ് കമ്മിറ്റിയുടെ ബന്ധപ്പെട്ട ആളുകൾ മർക്കസിൽ വന്നു. പുതിയ AS ജാഫർ സാഹിബ്, അദ്ദേഹം അടക്കം അന്ന് മർക്കസിൽ 1-ാം ഘട്ട സാങ്കേതിക ക്ലാസ്സിലെ കോഴിക്കോട് ജില്ലയിലെ അവസാനത്തെ ക്ലാസ്സും കൂടിയായിരുന്നു. ഇവരെല്ലാവരും കൂടി ഞങ്ങൾ എന്ത് ഹെൽപ്പും ചെയ്യാൻ തയ്യാറാണ്, ഉസ്താദ് ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഫൈസി ഉസ്താദ് ഉണ്ട് എന്നത് ആ കൂട്ടത്തിൽ എനിക്ക് അതിലേറെ ധൈര്യമായി. കാരണം 2 ടേം തുടർച്ചയായി ഹജ്ജ് കമ്മിറ്റി ചെയർമാനായി 2000